14/7/2024 പ്രപഞ്ചരാജാവിൻ്റെ കൽപ്പനയിൽ വിളയിൽ അനിൽ എഴുതിയ രചന. ഭാഗം 4. അവൻ ചെറുപുഞ്ചിരിയോടെ യേശുവിനെ കണ്ടു. മകനെ, നിനക്ക് ജോലി ചെയ്യാൻ സമയമായി. ഭവനത്തിൽ ഒരു വിരുന്ന് വന്നിരിക്കുകയാണ്. നീ ഞാൻ പറയുന്ന ആളിൻ്റെ കൂടെ പോകണം. പോകുന്ന വഴിക്ക് ഒരുപാട് കഷ്ടതയുണ്ടാകും, എന്നാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. യേശു അവനോട് അത്രയും പറഞ്ഞത് ഇടിമുഴക്കത്തോടും പ്രകാശത്തോടും കൂടി അവൻ്റെ മുറിയിൽ നിന്ന് ഒരു പ്രത്യക്ഷപ്പെട്ട് മാഞ്ഞുപോയി. അവൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് തട്ടോടിയിൽ ഇരുന്ന് 4 ചുറ്റും അമ്പരന്ന് നോക്കി. അല്പസമയം കഴിഞ്ഞ് തട്ടോടിയിൽ നിന്ന് എഴുന്നേറ്റ് കതക് തുറന്ന് ഉമ്മറത്തും മുറ്റത്തും സൂക്ഷിച്ചു നോക്കി. അവിടെ ആരെയും ആ സ്ഥലത്ത് കണ്ടില്ല. അവൻ തൻ്റെ അമ്മയോട് തിരക്കി, ആരാണ് ഇവിടെ വിരുന്ന് വന്നത്? ആൻസി മറുപടി പറഞ്ഞു, മോനെ വരൂ, ഞാൻ പറയാം. അവൻ അവനെ ദിവാകരന് പരിചയപ്പെടുത്തി കൊടുത്തു. രതീഷ് ഊണ് കഴിക്കാനായി ഇരുന്നു. അവർ മേശയുടെ ചുറ്റും ഇരുന്ന് ആഹാരം കഴിച്ചു. തുടർന്ന് അവർ 4 പേരും ഉമ്മറത്തിരുന്ന് ദിവാകരൻ്റെ മകളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തു. രതീഷിനെ ദിവാകരൻ്റെ കൂടെ വിടാൻ തീരുമാനിച്ചു. ഘടികാരത്തിൽ സമയം ഉച്ചയ്ക്ക് ശേഷം 3 മണി അലാറം മുഴങ്ങി. ദിവാകരൻ്റെ കൂടെ പോകാൻ രതീഷ് അവൻ്റെ വസ്ത്രങ്ങൾ എടുത്ത് ബാഗിനകത്താക്കി. രതീഷ് അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ദിവാകരനും യാത്ര പറഞ്ഞ് ഇറങ്ങി. ജോസഫിൻ്റെ കയ്യിൽ ഉണക്ക ചൂട്ടും തീപ്പെട്ടിയും കൊടുത്തുവിട്ടു. അവർ ഇരുവരും നടന്ന് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അകലെ ഒരു ബഹളം കേട്ടു. അവർ ഇരുവരും മുന്നോട്ട് നടന്ന് നീങ്ങുന്തോറും മുന്നോട്ട് നടന്ന് നീങ്ങുന്തോറും ബഹളം അടുത്തുകൊണ്ടേയിരുന്നു. അവർ വേഗത്തിൽ നടന്നു. പാറയും വൻ വൃക്ഷവും കള്ളിമുൾ ചെടിയും കൊന്നയും പനയും തെങ്ങും പറങ്കിക്കാടും നിറഞ്ഞ് വരം പോലെ കിടക്കുന്ന സ്ഥലം. ജനവാസം കുറഞ്ഞ സ്ഥലമാണ്. കുറച്ച് അകലെയായി കൂട്ടം കൂടി മേയുന്ന ആടുകളും പശുക്കളും ആടുകളെ മേയ്ക്കാൻ കൊണ്ടുവന്ന ആൾക്കാർ ഒരു ഗ്രൗണ്ടിൽ കുട്ടിയും കോലും കളിക്കുകയാണ്. ആ കളിയുടെ ശബ്ദം അവർ കേട്ട് അതടുത്ത് എത്തിക്കൊണ്ടേയിരുന്നു. അല്പസമയം കഴിഞ്ഞതും സന്ധ്യയായി. നേരം ഇരുട്ടി തുടങ്ങി. ദിവാകരൻ കയ്യിൽ ഇരുന്ന ചൂട്ട് പിടിച്ച് രതീഷ് തീപ്പെട്ടിക്കൊള്ളി എടുത്ത് തീപ്പെട്ടിയിൽ ഒരച്ച് ചൂട്ടിനെ കത്തിച്ചു. അവർ മുന്നോട്ട് നീങ്ങി. ചെന്നായ്ക്കൾ കൂട്ടം കൂടി വന്നുകൊണ്ടേയിരുന്നു. ഇരുവരും പേടിച്ച് വിറച്ചു നിന്നു. ആ സമയം ആകാശത്തിലെ ചന്ദ്രന്റെ പ്രകാശം പരന്നു. ശരീരം മുഴുവൻ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി. ചെന്നായിക്കൂട്ടം മയങ്ങി വീഴാൻ തുടങ്ങി. യേശു രതീഷിനോട് പറഞ്ഞു, മകനെ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട. അവൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവൻ്റെ ശരീരം ബാല്യ രൂപത്തിൽ ദിവാകരൻ കണ്ടു. ദിവാകരൻ ചുറ്റും ആകാശത്തോട് നോക്കി. ആരെയും കണ്ടില്ല. രതീഷ് ചോദിച്ചു, അങ്കിൾ, ആരെയാണ് നോക്കുന്നത്? ദിവാകരൻ പറഞ്ഞു, എൻ്റെ സ്നേഹിതൻ്റെ മകനെ നോക്കിയതാണ്. രതീഷ് പറഞ്ഞു, അങ്കിൾ പേടിക്കണ്ട, ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെയാണ് ഇപ്പോൾ അങ്കിളിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. നമുക്ക് പോകാം. ദിവാകരൻ രതീഷിൻ്റെ
മുഖത്ത് ആവേശത്തോടെ നോക്കി. അവൻ്റെ മുഖം ആദ്യം കണ്ട മുഖമല്ല ഇപ്പോൾ കാണുന്നത്. രതീഷിൻ്റെ മുഖത്ത് ചെറുപുഞ്ചിരി, വാത്സല്യം ആയ മുഖം, അതിമനോഹരമായ ശരീരം. ഇവൻ ആരാണ്? അപ്പോഴപ്പോഴാ വേഷം മാറാൻ. ഇവൻ ജോസഫിൻ്റെ മകനാണോ? അവൻ ആരാണ്? ദിവാകരൻ്റെ മനസ്സിൽ പലതും ചിന്താകുഴപ്പത്തിൽ ചിന്തിച്ചുകൊണ്ട് നടന്നു. രതീഷിന് കാര്യം മനസ്സിലായി. ദിവാകരൻ സഞ്ചരിച്ച വഴി മറന്ന് രാത്രിയായപ്പോൾ ഏതു വഴി പോകണം എന്ന് നിശ്ചയമില്ലാതെ നിന്നു. അവൻ്റെ മുൻപിൽ വലിയ മല ചുറ്റും കാണുന്നുണ്ട്. ഇതെല്ലാം അറിയാമായിരുന്ന രതീഷ് മലയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ മലയോട് മാറിപ്പോകാൻ പറഞ്ഞതും മല രണ്ടായി കീറി മാറി. യേശുവിൻ്റെ രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇടിവെട്ട് മിന്നലും വൻ ശബ്ദത്തിൽ വളരെ ഉച്ചത്തിൽ കേട്ടു. ആ രൂപവും ശബ്ദവും രതീഷിന് മാത്രമേ കാണാനും കേൾക്കാനും കഴിയുമായിരുന്നുള്ളൂ. ദിവാകരൻ പേടിച്ച് രതീഷിനോട് പറഞ്ഞു, മോനെ, വേഗം വീട്ടിലോട്ട് പോകാം, മഴക്കാർ ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോൾ മഴ പെയ്യില്ല. മല രണ്ടായി മാറി നിന്ന ഭാഗത്ത് ഇരുവരും നടന്നു നീങ്ങി. യേശു ദിവാകരൻ്റെ മുൻപിൽ വലിയൊരു അന്ധകാരം മുന്നിൽ നിർത്തി. കയ്യിൽ കത്തിക്കൊണ്ടിരുന്ന ചൂട്ട് അണഞ്ഞു. നമുക്കൊരു അടി പോലും നടക്കാൻ സാധിക്കില്ല മോനെ, നാലു ചുറ്റും ഇരുട്ട്. ആ സമയം ഒരു ശബ്ദം രതീഷ് ഉച്ചത്തിൽ കേട്ടു. യേശു പറഞ്ഞു, മകനെ, രതീഷ് ദിവാകരനെ ഒന്ന് പരീക്ഷിച്ചതാണ്. ഉടനെ ഇരുവരും ആ സ്ഥലത്തു നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞതും അന്ധകാരം മെല്ലെ മെല്ലെ മാറിക്കൊണ്ടേയിരുന്നു. ചന്ദ്രനിലെ വെളിച്ചം മെല്ലെ മെല്ലെ പ്രകാശിക്കുവാൻ തുടങ്ങി. ഇരുവരും പ്രാർത്ഥിച്ചു തീർന്നതും ചന്ദ്രനിലെ വെളിച്ചം ഇരുവരും നടന്നു പോകുന്ന ഇടത്ത് മുഴുവനും പ്രകാശം വീശി. രാത്രി ഏതാണ്ട് 11 മണി കഴിഞ്ഞിരുന്നു. ഇരുവരും നടന്ന് ചെറിയൊരു ഗ്രാമത്തിൽ എത്തി. രതീഷ് ദിവാകരനോട് പറഞ്ഞു, അങ്കിൾ, നല്ല ഗ്രാമം. ഇരുവരും അവിടെ കണ്ട കാഴ്ച ആ ഗ്രാമത്ത് ചുറ്റും ഓലമേഞ്ഞ് ചെറിയ ചെറിയ വീട് കൂട്ടം കൂടി ഇരിക്കുന്നതാണ് അവർ കണ്ടത്. 1-2 വീടിന് മുൻപിലായി കാളയും വണ്ടിയും അവിടെ നിൽക്കുന്നതായി അവർ കണ്ടു. മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്ന വെളിച്ചം, ചെന്നായികളുടെ ഇരമ്പലും അലറിവിളിയും അവിടെ എവിടെയായി കൂട്ടം വിളിക്കുന്ന സ്വരവും കേട്ടു. അവിടെയായി കൂട്ടം കൂടി ഇരിക്കുന്ന പാറയും കാട്ടുവള്ളിയും കാട്ടുമുൾപ്പടപ്പും കള്ളിമുൾച്ചെടിയും ഉണ്ട്. അവർ ഒറ്റയടി പാതയിൽ കൂടിയാണ് നടന്ന് ദിവാകരൻ്റെ വീട്ടിൽ എത്തിയത്. ഓടുകൊണ്ട് മേഞ്ഞ വീടിൻ്റെ മുൻപിലായി കുലച്ചു നിൽക്കുന്ന രസകദളി, വാഴയും പേരക്കായും പപ്പായ, തുളസി, പലതരം ചെടികളും ആ ചെടികളിൽ പലതരം പൂക്കളും. വീട് എത്തിയപ്പോൾ സമയം രാത്രി 11:45. ദിവാകരൻ വാതിൽ മുട്ടി വിളിച്ചു, ശൈലജ, ശൈലജ. ശൈലജ വിളികേട്ട് വാതിൽ അകത്തുനിന്ന് തുറന്ന് പുറത്തു വന്നു. ഉറക്കത്തിൽ കോട്ടുവായും ഇട്ട് കണ്ണും തിരുമി ഉറക്ക ക്ഷീണത്തിൽ പരിഭ്രമിച്ച് ശൈലജ രതീഷിൻ്റെ മുഖത്ത് നോക്കി. അവൻ്റെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞ തേജസ്, വെളുത്ത ശരീരം, തവിട്ട് നിറത്തിലുള്ള തലമുടി. ഇരുവരും വീട്ടിനുള്ളിൽ കയറി വാതിൽ അടച്ചു. രാഘവൻ രതീഷിനോട് പറഞ്ഞു, മോൻ നാൽക്കാലിൽ ഇരിക്കെ. അവൻ നാൽക്കാലിൽ ഇരുന്നു. മുറിക്കകത്ത് 4 ചുറ്റും ചുമരിൽ നോക്കി. അല്പസമയം നോക്കിയിരുന്നു. ഉടനെ ചുമരിൽ യേശുവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു.
വെള്ള വസ്ത്രവും ചുവന്ന വസ്ത്രവും ഇട്ട് നിൽക്കുന്ന രൂപത്തെയാണ് അവൻ കണ്ടത്. യേശു നിൽക്കുന്ന സ്ഥലത്ത് മുൾപടർപ്പും ആകാശത്തിലെ നക്ഷത്രവും സ്വർണ്ണ നിറത്തിൽ കാണുന്ന വെളിച്ചവും. രതീഷ് ആ രൂപത്തെ സൂക്ഷിച്ചു നോക്കി. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ നാമത്തിൽ കഥയുടെ 5ാം ഭാഗം ഉടനെ വരുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും വിളയിൽ അനിലിൻ്റെ 1000 നന്ദി, നമസ്കാരം. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ ഇരുന്നുവല്ലുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക. എന്റെ അടുത്തു നിൽക്കുവാനേ എല്ലാവരും വരുവിൻ. എന്റെ